സമസ്ത അങ്ങനെ രാഷ്ട്രീയമായിട്ട് ആർക്കും പിന്തുണ കൊടുക്കാറില്ല. സമസ്തയുള്ള വ്യക്തികൾ അവരനുസരിച്ച് ഓരോരുത്തരും വോട്ട് ചെയ്യാം. നമ്മളതിൽ ആരും അങ്ങനെ നമ്മൾ പറയാറില്ല. കൂടുതൽ താല്പര്യമുള്ള അല്ല, അതൊന്നും ഇപ്പം അത്ര ചിക്കി കുത്തി ചോദിക്കണ സംഗതിയല്ലല്ലോ. അത് സ്വകാര്യമായിട്ടുള്ള വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ സ്വകാര്യമായിട്ടല്ലേ. നമ്മൾ 4 ആളെ കുട്ടികൾ വോട്ട് ചെയ്യില്ലല്ലോ. അവരെ മറച്ചൊരു മറന്റെ ഉള്ളിൽ പോയി സ്വകാര്യമായിട്ട് നമ്മളെ അവകാശം നമ്മൾ നിർവഹിച്ചു പോരുന്നു. അയാൾ പറഞ്ഞത് എന്നോട് പറയാൻ പറ്റില്ല. ഞാൻ അയാളോട് അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും. അയാളെന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഈ രാഷ്ട്രീയം മാറ്റി വെച്ച് കഴിഞ്ഞാലും ചിലര് സംസ്ഥയെക്കുറിച്ച് അത് നമ്മൾ പിന്നെ പ്രഖ്യാപിക്കും. ഒരു മാറ്റം അല്ല, അത് അങ്ങനെ ചോദിക്കണ്ട. സമസ്തന്റെ നിലപാട് എന്താന്നുള്ളത് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണല്ലോ. സമസ്തന്റെ നിലപാട് മുമ്പേനെ പറഞ്ഞതല്ലേ. അതെ, പിന്നെ അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ആലോചിച്ചാലല്ലേ പറയും. എന്നാ കഴിഞ്ഞില്ലേ. അത് പലതും ഇങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടാവുമ്പോഴും നമ്മൾ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ നമ്മൾ അവരെ മുന്നിൽ വിഷയങ്ങൾ അവതരിപ്പിക്കലുണ്ട്. അതിലൊക്കെ പലതിനും അയാൾ അനുകൂലമായ നിലക്ക് അനുഭാവപൂർവമായി അത് കണക്കെടുക്കുകയും പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതും ചെയ്യും എന്നുള്ളതാണ് നമ്മളെ പ്രതീക്ഷയും പ്രത്യാശയൊക്കെ. അതെ, അതന്നെ പറഞ്ഞത്. അതിപ്പോ അങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ അത് മുഖ്യമന്ത്രിനോട് നമ്മൾ പറയലുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ അത് അനുഭാവം സ്വീകരിച്ച് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് അതിനെപ്പറ്റി ചിന്തിച്ച് നല്ല മറുപടിയാണ് മൂപ്പരിൽ നിന്നുണ്ടാവല്. പരിഹാരങ്ങൾ ഉണ്ടാവലുണ്ട്. അതുപോലെ ഇതും ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കണതെന്ന്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വലിയ പ്രശംസ സംസ്ഥയ്ക്ക് അതിനെ എങ്ങനെയാണ്? മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, പ്രതിപക്ഷ നേതാവ് രണ്ടാളും പ്രശംസിച്ചു. അത് എല്ലാവരും പ്രശംസിക്കുമല്ലോ. അതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ പരിപാടി വന്നതൊക്കെ. സമസ്ത അങ്ങനെ രാഷ്ട്രീയമായിട്ട് ആർക്കും പിന്തുണ കൊടുക്കാറില്ല. സമസ്തയുള്ള വ്യക്തികൾ അവരനുസരിച്ച് ഓരോരുത്തരും വോട്ട് ചെയ്യാം. നമ്മളതിൽ ആരും അങ്ങനെ നമ്മൾ പറയാറില്ല. കൂടുതൽ താല്പര്യമുള്ള അല്ല, അതൊന്നും ഇപ്പം അത്ര ചിക്കി കുത്തി ചോദിക്കണ സംഗതിയല്ലല്ലോ. അത് സ്വകാര്യമായിട്ടുള്ള വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ സ്വകാര്യമായിട്ടല്ലേ. നമ്മൾ 4 ആളെ കുട്ടികൾ വോട്ട് ചെയ്യില്ലല്ലോ. അവരെ മറച്ചൊരു മറന്റെ ഉള്ളിൽ പോയി സ്വകാര്യമായിട്ട് നമ്മളെ അവകാശം നമ്മൾ നിർവഹിച്ചു പോരുന്നു. പലപ്പോഴും ശരിദൂരം സമദൂരം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ദൂരം പ്രവർത്തിക്കുണ്ടോ എന്നതാണ്. നമ്മളിപ്പോ ഒരു ദൂരത്തില്ല. നിലമ്പൂർക്ക് നമ്മൾ തമ്മിൽ കുറെ ദൂരമുണ്ട് ഇപ്പോ. ആ ദൂരം പിന്നെ ഞാൻ നിലമ്പൂരെ വോട്ടറോ പിന്നെ വോട്ടർ പട്ടിക പേരിൽ ആളൊന്നുമല്ലല്ലോ. എന്റെ മണ്ഡലം വേറെയാണ്. അപ്പോ അതവിടെ 2 ശക്തമായ മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ്. അത്ര പേരെ പറ്റി പറയുന്നത്. അതിപ്പോ അങ്ങനെ ചിത്രത്തിലുണ്ടോ? ഇത്തരത്തിലുള്ള 2 മുന്നണി നേതാക്കന്മാരെ പറഞ്ഞില്ലേ. LDF നേതാക്കന്മാരും പറഞ്ഞു, പിന്നെ UDF നേതാക്കന്മാരും പറഞ്ഞത് ശക്തമായ 2 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം. അങ്ങനെ അവര് പോരാടിട്ട് മനസ്സിലായില്ലേ. നന്മ ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് നല്ല നിലക്ക് നിൽക്കണമല്ലോ. എല്ലാവരും നന്മ നമ്മളെല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നന്മയാണ്. UDF നിന്നും LDF നിന്നൊക്കെ. അത് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞിട്ടുണ്ട്.